കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് നിഷാദ രാജാവിന്റെ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. നിഷാദ രാജാവ്. ദേരിൽ തപോവനം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയ ശ്രീരാമൻ പ്രഭാതമായപ്പോഴേക്കും കോസൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് വേദശ്രുതി, ഗോമതി, സെന്തിക എന്നീ നദികൾ പിന്നിട്ട് ഗംഗാതീരത്തുള്ള ശൃംഗിവേരപുരത്തിൽ എത്തിച്ചേർന്നു. ഗുഹൻ എന്ന നിഷാദ രാജാവായിരുന്നു അവിടുത്തെ അധിപതി. രാമന്റെ ആഗമന വൃത്താന്തം അറിഞ്ഞ ഗുഹൻ മന്ത്രിമാരോടൊപ്പം രാമദർശനത്തിന് ചെന്നു. ശ്രീരാമന്റെ താപസവേഷം കണ്ട് ഗുഹൻ ദുഃഖിതനായി. രാമനോട് പറഞ്ഞു, അയോധ്യ പോലെ ഈ രാജ്യവും അങ്ങയുടേതു തന്നെയാണ്. അങ്ങു വന്നല്ലോ, സന്തോഷമായി. ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? വിവിധ ഭക്ഷണ പാനീയങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഗുഹൻ ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ തമ്പുരാനാണ്. അങ്ങേക്ക് ഇവിടെ വാഴാം. എല്ലാം സുലഭം, സമൃദ്ധം. യാത്രയ്ക്ക് കുതിരകൾ, രഥം എല്ലാം ഉണ്ട്. ഇതുകേട്ട് രാമൻ പറഞ്ഞു, ഞാൻ കുശപ്പുല്ലും വൽക്കലവും മൃഗത്തോലുമാണ് ധരിക്കുക. പഴങ്ങളും കിഴങ്ങുകളുമാണ് ആഹാരം. ഞാൻ അച്ഛന്റെ ആജ്ഞ അനുസരിക്കുന്ന വനസഞ്ചാരിയായ താപസനാണെന്ന് ധരിച്ചാലും. ഗുഹൻ മറുത്തൊന്നും പറയാനില്ലായിരുന്നു. ഗുഹന്റെ ആതിഥ്യത്തിൽ കുതിരകൾക്കുള്ള തീറ്റി മാത്രമേ രാമൻ അംഗീകരിച്ചുള്ളൂ. വെള്ളം മാത്രം കഴിച്ച് ഗംഗാതീരത്തിലുറങ്ങി. ഗുഹനും സുമന്ത്രരും ലക്ഷ്മണനും രാമകഥകളും പറഞ്ഞ് ഉറക്കമിളച്ച് സീതാരാമന്മാരെ കാത്തുരക്ഷിച്ചു. നേരം വെളുത്തു. ഗംഗ കടക്കാൻ തോണി തയ്യാറാക്കുന്നതിനായി രാമൻ ഗുഹനെ വിളിച്ചേർപ്പാട് ചെയ്തു. ധോണിയെത്തി സാധനങ്ങളെല്ലാം കയറ്റി വഞ്ചിയിൽ കയറാൻ തയ്യാറെടുക്കുമ്പോൾ സുമന്ത്രർ രാമനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്താണ് കൽപ്പന? രാമൻ സുമന്ത്രരുടെ വലതുകരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, രഥയാത്ര ഇവിടെ അവസാനിക്കുന്നു. അങ്ങ് തിരിച്ച് അയോധ്യയിൽ ചെന്ന് അച്ഛന്റെ അടുത്തുണ്ടാകണം. അച്ഛനെയും ഭരതനെയും സേവിക്കണം. രാമോചനങ്ങൾ കേട്ട സുമന്ത്രർ മനസ്സോടെ അല്ലെങ്കിലും അയോധ്യയിലേക്ക് തിരിച്ചുപോയി. ഗുഹനോട് ആവശ്യപ്പെട്ടു വരുത്തിയ വടവൃക്ഷക്കർ കൊണ്ട് മുടി ജടയാക്കി. ഗംഗാദേവിക്ക് സ്തുതിയും നന്ദിയും സമർപ്പിച്ചു. ഗംഗ കടന്ന് മറുകരയെത്തിയപ്പോൾ വനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. തങ്ങളെ പിരിയാതെ കൂടെ യാത്ര തുടർന്നിരുന്ന ഗുഹനോട് തിരിച്ച് ശൃംഗിവേരത്തിലേക്ക് പൊയ്ക്കൊള്ളാൻ രാമൻ നിർദ്ദേശിച്ചു. ഗുഹൻ രാമനെ പിരിയാൻ മനസ്സിലായിരുന്നു. രാമൻ ഗുഹനോട് പറഞ്ഞു, നീ സ്നേഹമുള്ളവനാണ്. ജന്മം കൊണ്ട് 3 സഹോദരന്മാരാണ് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. നീയുമായുള്ള ബന്ധം കൊണ്ട് ഇന്നു മുതൽ ഞാൻ 4 അനുജന്മാരുള്ളവനായിത്തീർന്നിരിക്കുന്നു. എന്റെ ഒരു അനുജനായ ഭരതൻ അയോധ്യയിൽ രാജാവായി വാഴുന്നതുപോലെ ശൃംഗിവേര പുരാധിപത്യം വഹിച്ച് നിഷാദവർഗത്തെ സംരക്ഷിച്ച് അവരിൽ സന്തുഷ്ടിയും സമ്പത്തിൽ സമ്പുഷ്ടിയും വളർത്തുക. എന്നോടുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി നീ അനുഷ്ഠിക്കേണ്ട കടമ ഇതാണ്. രാമവാക്യം നിരസിക്കാൻ കഴിയാത്തതുകൊണ്ട് പൂർണ്ണമനസ്സോടെ അല്ലെങ്കിലും ഗുഹൻ ശൃംഗിവേരപുരത്തേക്ക് തിരിച്ചുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.